കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ തലക്കെട്ടുകൾ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതായിരിക്കും. വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 എന്നിങ്ങനെ നീളുന്നു സർക്കാർ കണക്ക്. പിന്നീട് കൗണ്ടർ പോയിൻ്റ് എന്ന പരിപാടിയുടെ തലക്കെട്ട് കണക്കിൽ കള്ളമോ? ഇത് ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട കണക്കുകളാണ്. മറ്റൊരു ചാനലിൻ്റെ തലക്കെട്ടുകൾ സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത്, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണച്ചെലവ് 10 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് പോവുകയാണ്. ഓരോ വാചകവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനൽ കണ്ടെത്തിയത്. വയനാടിൻ്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടർ വിധിയെഴുതി. ഓണത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു സ്തോഭജനകമായ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത്. ഓണ ദിവസം അവധിയായതിനാൽ പത്രങ്ങൾക്ക് ചൂടോടെയത് ഏറ്റെടുക്കാനായില്ല. എന്നാലും മുഖ്യധാരാ പത്രങ്ങൾ ഒട്ടും മോശമാക്കിയില്ല. അടുത്ത ദിവസം ഇറങ്ങിയ ഒന്നാം പത്രത്തിൽ കണക്ക് പിഴ എന്ന തലക്കെട്ടിൽ 1-ാം പേജിൽ തന്നെ വാർത്ത വന്നു. കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയമായ കണക്കുകൾ എന്ന ആക്ഷേപം എന്നുകൂടി ചേർത്ത് വായനക്കാരിൽ സംശയത്തിൻ്റെ പുകപടലം നിലനിർത്താനാണ് ആ പത്രം ശ്രമിച്ചത്. കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദന എന്നെഴുതി അവരാശ്വാസം കണ്ടെത്തുകയും ചെയ്തു. നാം കാണേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകമാകെ സഞ്ചരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും അപ്പോൾ രംഗത്തിറങ്ങി. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു. കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് കുതിച്ചു പാഞ്ഞു. പഴയ ഒരു പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, പ്രശസ്ത എഴുത്തുകാരൻ ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത്, അസത്യം പറക്കുമ്പോൾ സത്യം അതിൻ്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചുകൊണ്ട് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കി. പക്ഷേ ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ.
എന്താണ് ഇതിൻ്റെ ഫലം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി. അതിൻ്റെ ഫലം എന്താ? കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് കേവലമൊരു വ്യാജ വാർത്താ പ്രചരണമോ മാധ്യമധാർമ്മികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടി വരുന്നത്. വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല, ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ്. ആ അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കുമെതിരായുള്ളതാണ്. രാജ്യവും ലോകമാകെയും പ്രകീർത്തിക്കും വിധമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ്. ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRFൽ നിന്ന് 4 ലക്ഷം, CMDRFൽ നിന്ന് 2 ലക്ഷം വീതമാണ് നൽകിയത്. ഇതിനായി SDRFൽ നിന്ന് 5,24 ലക്ഷം രൂപയും CMDRFൽ നിന്ന് 2,62 ലക്ഷം രൂപയും ചെലവഴിച്ചു. മരണപ്പെട്ട 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന 26 പേർക്ക് 17,16,000 രൂപ സഹായമായി നൽകി. ഈ 17,16,000-ൽ 4,16,000 രൂപ SDRFൽ നിന്നുള്ളതാണ്. ബാക്കി 13 ലക്ഷം CMDRFൽ നിന്നുമാണ് അനുവദിച്ചത്. ദുരന്തത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്കായി SDRFൽ നിന്ന് 43,200 രൂപയും CMDRFൽ നിന്ന് 4 ലക്ഷം രൂപയും വീതം അനുവദിച്ചു. ആകെ 4,43,200 രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചു. ദുരന്തബാധിതരായ 1,013 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം നൽകുകയുണ്ടായി. SDRFൽ നിന്ന് 5,000 രൂപ, CMDRFൽ നിന്ന് 5,000 രൂപ. ഇങ്ങനെയാണത് നൽകിയത്. 1,01,30,000 രൂപ ഇതിനായി ചെലവഴിച്ചു. ദുരന്തബാധിത കുടുംബങ്ങളിലെ 1,694 പേർക്ക് ഉപജീവന സഹായമായി ദിവസം 300 രൂപ വീതം നൽകി. 30 ദിവസത്തേക്ക് 1,52,46,000 രൂപ ഈ ഇനത്തിൽ നൽകിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ
33 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായമായി 2,97,000 രൂപ നൽകി. 722 കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക 6,000 രൂപ വീതം നൽകി. ആദ്യ മാസ വാടക ഇതുവരെ ഈ ഇനത്തിൽ 24,95,800 രൂപ ചെലവഴിച്ചു. വ്യത്യസ്ത ദിവസങ്ങളിൽ വാടക വീടുകളിലേക്ക് ആളുകൾ മാറിയിരുന്നു. അതുകൊണ്ട് ആദ്യ മാസത്തിൽ ദിവസം 200 രൂപ എന്ന കണക്കിനാണ് വാടക നൽകിയത്. 6,000 രൂപയാണ് മാസത്തിൽ വരികയെങ്കിലും ആദ്യത്തെ ആ മാസം മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് ആ ദിവസം കണക്കാക്കി 200 രൂപ വീതമുള്ള വാടകയാണ് നൽകിയത്. 649 കുടുംബങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ബാക്ക് ടു ഹോം കിറ്റുകൾ നൽകി. ഇതുകൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലെ 794 കുടുംബങ്ങളെ 28 ദിവസം കൊണ്ട് താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനും കഴിഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ സർക്കാർ LP സ്കൂളും വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മേപ്പാടിയിൽ താൽക്കാലികമായി തുറന്നു. ദുരന്ത മേഖലയിലെ 607 വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിച്ചു. ദുരന്തത്തിൻ്റെ 50-ാം ദിവസം തേയിലത്തോട്ടങ്ങളിൽ ജോലി പുനരാരംഭിച്ചു. 4 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി തുടക്കം മുതൽ ദുരന്ത മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഒരു മന്ത്രി മുഴുവൻ സമയവും 50-ാം ദിവസം വരെ അവിടെ മേൽനോട്ടം വഹിച്ചുണ്ടായി. ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്ക് ഇട നൽകാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് എല്ലാ ഭാഗത്തു നിന്നും സഹകരണവും പിന്തുണയും ലഭിക്കുകയുമുണ്ടായി. ആ പിന്തുണ എന്തോ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയെന്നാണ് സംശയിക്കുന്നത്. ആ പിന്തുണയും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും ഇപ്പോൾ പിന്തുണ തകർക്കുക, സഹായം തടയുക, ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ്. ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത്, ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. തങ്ങളുടെ വിശ്വാസ്യതർക്ക് മാത്രമല്ല, സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്കുണ്ടാവണം. എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല. ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അത്രത്തോളം നല്ലത് തന്നെ. ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത്. യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക, ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം. എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത്. അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന
അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ താരതമ്യമില്ലാത്ത ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായത്. ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിലുണ്ടാക്കുക. ഒരു വാർത്ത ആർക്കെതിരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് അവരോട്, ബന്ധപ്പെട്ടവരോട് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുക എന്ന അടിസ്ഥാന മാധ്യമധർമ്മം പാലിക്കാതെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിലെ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചതാണത്. ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ? ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ധൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത്. ഒരു കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിത യുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിൻ്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ മെമ്മോറാണ്ടം വഴി ധനസഹായം ചോദിക്കാൻ സാധിക്കൂ. അത് അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ. 2012 മുതൽ 2019 വരെ വിവിധ സർക്കാരുകൾ പല ദുരന്തഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട്. അത് ഒറ്റ ക്ലിക്ക് അകലെ എല്ലാവർക്കും ലഭ്യവുമാണ്. 2012 മുതൽ 2016 വരെയുള്ള UDF സർക്കാരുകളുടെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ ധൂർത്തായോ പെരുപ്പിച്ച കണക്കായോ ഇന്ന് വരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ആരും അന്നത് വിവാദമാക്കാതെയിരുന്നത്. വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണം എന്നതിനാണ് അന്നത്തെ പ്രതിപക്ഷം പോലും മുൻഗണന നൽകിയത്. എന്നാൽ ഇപ്പോൾ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ ഗ്രസിക്കുമ്പോൾ മലയാളികൾ കൂട്ടായ്മ കൊണ്ടും
സഹവർത്തിത്വം കൊണ്ടും അവ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ തുരങ്കം വെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ്. അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്. ഇത്തരം ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. SDRFൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത്. എന്നാൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു. ഇത് മാത്രമല്ല, ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് 219 കോടി രൂപ മാനദണ്ഡപ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത്. കണക്ക് പെരുപ്പിച്ച് കാണിച്ചുവെന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ. അതിന് SDRF മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും പ്രാഥമിക ധാരണയുണ്ടായിരിക്കണം. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കിവെക്കുന്നുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. ഇത് മറ്റ് പദ്ധതി വിഹിതങ്ങളെപ്പോലെയല്ല, ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സായി പോകില്ല, അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 1 രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന 5 സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. വാർഷികമായി ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ വലിയ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത്. ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക. ഓഗസ്റ്റ് 9 തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരെ ദുരന്തത്തിൻ്റെ ആഘാതം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഓഗസ്റ്റ് 17 കേരളം മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത്. ഓഗസ്റ്റ് 14 വരെ ലഭ്യമായ കണക്കുകളാണ് പ്രസ്തുത മെമ്മോറാണ്ടം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത്. SDRF ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഇത് 2 തരത്തിലാണ് ചെലവഴിക്കാനാവുക. ഒന്ന്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ്
വെച്ചുകൊണ്ട്. മറ്റൊന്ന്, എത്രയാണോ യഥാർത്ഥ ചെലവ് അതിൻ്റെ ആക്ച്വൽസ്, അഥവാ അത് മുഴുവനായി തന്നെ. അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ അത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി SDRFൽ നിന്ന് നൽകാൻ സാധിക്കുക 1,30,000 രൂപ മാത്രമാണ്. 1 കിലോമീറ്റർ റോഡിന് 1 ലക്ഷം രൂപ, ഒരു സ്കൂളിന് 2 ലക്ഷം രൂപ. ഇങ്ങനെയാണ് SDRFൽ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇവ എത്രമാത്രം അപര്യാപ്തമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1,30,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കാനാകുമോ? കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. SDRFന് പുറമെ ജനങ്ങൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക നൽകുന്നത്. കോടികൾ ചെലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് തകർന്നാൽ 2 ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും കെട്ടാനാകില്ല. ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണ്. ആ മാനദണ്ഡപ്രകാരം ഒരു ദുരന്തഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്താ നമ്മുടെ അനുഭവം? അതുതന്നെ പലപ്പോഴും കിട്ടാറില്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം. ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത്. അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രചാരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരെ കടന്നാക്രമണമായി മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ. ഇനി മറ്റ് ചില ഹെഡുകൾ. അവയിൽ SDRFൽ ചിലവായ മുഴുവൻ തുകയും അനുവദിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തനം, ക്യാമ്പ് മാനേജ്മെൻറ്റ്, ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത്, കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ആകെ ചെലവ് എത്രയാണോ അത് മുഴുവൻ SDRFൽ നിന്ന് അനുവദിക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ച്വൽസ് എന്ന് മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇവയുടെയൊന്നും ചെലവുകളുടെ യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല. നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്ര നാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക. അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം. രണ്ടായിരത്തി 2018 പ്രളയരക്ഷാപ്രവർത്തനത്തിന് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. 102 കോടി രൂപയുടെ ബില്ല് വ്യോമസേന കേരളത്തിന് അയച്ചു. എപ്പോഴാണ് അയച്ചത്? 2019 ഫെബ്രുവരിയിൽ. അത് SDRFൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. 2018 നൽകിയ അരിയുടെ വില 205 കോടി 81 ലക്ഷം രൂപ. ഈടാക്കാൻ കത്ത് നൽകിയതും 2019 അതും SDRFൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. അതുപോലെ
മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സേനകൾക്കുണ്ടായ ചെലവുകൾ, അവരുപയോഗിച്ച അത്യാധുനിക ഉപകരണങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ചെലവുകൾ, ഇവയെല്ലാം ബില്ലുകളായി പിന്നീടാണ് വരിക. അപ്പോൾ അത് കൊടുക്കാൻ SDRFൽ പണം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മെമ്മോറാണ്ടം ഉണ്ടാക്കുക. ഇതൊന്നും മനക്കണക്ക് വെച്ച് ചെയ്യുന്നതല്ല. അതിനവലംബിക്കേണ്ട ശാസ്ത്രീയ രീതികളുണ്ട്. വിവിധ സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് വേണം അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിപ്പെടാൻ. അവ യഥാർത്ഥത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അത് കേന്ദ്ര സംഘം പരിശോധിച്ച് കുറക്കും. എന്നാൽ ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അത്രയൊക്കെ മതി എന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിൽ ഒരിടത്തും പെരുപ്പിച്ച് കാട്ടിയ കണക്കുകളല്ല, സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ്. SDRFലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കണക്കാക്കാനാണ് നിയതമായ രീതികളും മാനദണ്ഡങ്ങളുമുള്ളത്. ഉദാഹരണത്തിന് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ട ചെലവ്, ഇത് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങൽ, ആ ഭൂമി ഇതിനായി തയ്യാറാക്കൽ, അവിടെ കുഴികളെടുക്കാൻ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കൽ, ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കൽ, മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളൊരുക്കൽ, ഇവ ട്രാൻസ്പോർട്ട് ചെയ്യൽ, ഇങ്ങനെയുള്ള ഘടകങ്ങളാകെ വിലയിരുത്തിക്കൊണ്ട് വേണം ചെലവ് കണക്കാക്കാൻ. വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 128 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം. അവ ശരീരഭാഗങ്ങളായാണ് ലഭിക്കുന്നത് എങ്കിലും അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ട് സംസ്കരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയം. അപ്പോൾ അതിനുകൂടിയുള്ള ചെലവുകൾ പ്രതീക്ഷിക്കണം. അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചെലവാണ് മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി മനുഷ്യാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ പലയിടങ്ങളിൽ ലഭ്യമാക്കിയേക്കാം. എന്നാൽ അത് വെച്ച് മാത്രം സർക്കാർ കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന നിലപാട് എടുക്കാനും പറ്റില്ല. നമുക്ക് ഇനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. മാനദണ്ഡങ്ങളനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതുമുണ്ട്. ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും തയ്യാറാക്കിയത്. വേറൊരു ആക്ഷേപമുയർത്തിയത് സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ കോടികൾ, ഇതായിരുന്നു മറ്റൊരാക്ഷേപം. മെമ്മോറാണ്ടത്തിലെ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് എന്നതിലെ സേനകളെന്ന ഭാഗം സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിൽ കേന്ദ്ര സേനകൾ എത്തിയിട്ടുണ്ട്. ആ കേരളത്തിലേക്ക് എത്തിച്ച കേന്ദ്ര സേനകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് താമസമൊരുക്കാനും ഒന്നും
ചെലവാകില്ല എന്നാണോ? വിമാനക്കൂലി മുതൽ ഇവരെയും ഉപകരണങ്ങളെയും കണ്ണൂരിലെയും കരിപ്പൂരിലെയും എയർപോർട്ടിൽ നിന്നും ദുരന്ത സ്ഥലത്ത് എത്തിക്കാനും അതുപോലെ ഇവരെയൊക്കെ തിരിച്ചയക്കാനുമുള്ള ചെലവുകൾ കാണണ്ടേ? കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ എത്തിയില്ലേ? അവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും കാണിക്കണ്ടേ? സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന പരിശീലനം കിട്ടിയ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുണ്ടല്ലോ. ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ? 90 ദിവസം വരെ തെരച്ചിൽ തുടരുകയാണെങ്കിൽ നൂറുകണക്കിന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനകൾക്കും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെലവുകൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങണ്ടേ? കേരളത്തിലെ വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥമായ സേവനം ദുരന്തബാധിത പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. അവരാരും തന്നെ അതിൽ പണം ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ചെയ്തുകൊള്ളും എന്നാണോ നാം കേന്ദ്രത്തോട് പറയേണ്ടത്? ഇതെല്ലാം പരിഗണിച്ച് വേണം മെമ്മോറാണ്ടത്തിലെ ഓരോ വരിയും തയ്യാറാക്കാൻ. നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവരോ അങ്ങനെ നടിക്കുന്നവരുമായി ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ മാറി എന്നതാണ് വസ്തുത. വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല. കാരണം പ്രതീക്ഷിക്കുന്ന ചെലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ. അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാക്കഥ മെനയുന്നത്. മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസനാ വികൃതികളുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളതാണ്. സർക്കാരിനെതിരെ മാത്രമല്ല, തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓർമ്മയില്ലേ കെവിൻ കേസ്? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമല്ലേ അന്ന് കെവിൻ കൊലക്കേസിൽ ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്? നടന്നത് ദുരഭിമാനക്കൊലയാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത DYFIയെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നല്ലോ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ വ്യഗ്രത കാട്ടിയത്. തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നതുവരെയും DYFIയെ ആക്രമിക്കാനായിരുന്നു ഇത്തരം ചാനലുകൾക്ക് അമിതമായ താല്പര്യം. അവസാന വോട്ടും വീണ് കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് കെവിൻ കേസിലെ പ്രതികൾ ഭാര്യാ സഹോദരനും പിതാവുമാണെന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ പലരും തയ്യാറായത്.
ഓർമ്മയില്ലേ ഓമനക്കുട്ടൻ്റെ കഥ? അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലാലോ അത്. പ്രളയ സമയത്ത് ചേർത്തലക്കാരൻ ഓമനക്കുട്ടനെ ഏത് രീതിയിലായിരുന്നു ക്രൂശിച്ചിരുന്നത്? ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് ക്യാമ്പിലുള്ള ജലറോഡ് 70 രൂപ ഈ ഓമനക്കുട്ടൻ പിരിച്ചു. ആ ഓമനക്കുട്ടൻ CPIMൻ്റെ പ്രാദേശിക നേതാവ്. അദ്ദേഹത്തെ ഏത് വിധേനയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. ദുരിതാശ്വാസ ക്യാമ്പിലെ വട്ടിപ്പിരിവുകാരനായല്ലേ അദ്ദേഹത്തെ ചിത്രീകരിച്ചത്? വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തു എന്തായിരുന്നില്ലേ കുറേ ദിവസം കുറേ മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചത്? എന്നാൽ പിന്നീട് ഇതിൻ്റെ വാസ്തവം വ്യക്തമായതല്ലേ. SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ശേഷമാണ് ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടതെന്ന വസ്തുത പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നില്ലേ. AKG സെൻറ്റർ ആക്രമണ കേസിൽ ആളെ കിട്ടിയോ എന്തായിരുന്നില്ലേ പരിഹാസപൂർവം ചോദിച്ചുകൊണ്ടേയിരുന്നിരുന്നത്? ഒടുവിൽ ആളെ കിട്ടിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ടയാളായിരുന്നില്ലേ? കൂടാതെ ഈയിടെ പിടിയിലായ ഈ കേസിലെ മുഖ്യ ആസൂത്രകനും KPCC പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായിയല്ലേ ഇതേ വ്യക്തി? നേരത്തെ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിലുണ്ടായ ആക്രമണ ശ്രമത്തിൽ അന്ന് വിമാനത്തിലുണ്ടാവുകയും അതിൻ്റെ ആസൂത്രണമടക്കം നടത്തുകയും ചെയ്തുവെന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തില്ലേ. ന്യൂയോർക്കിലെ ലോക കേരള സഭ മേഖലാ സമ്മേളനം, അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു വാർത്ത? താരദിശ മോഡലിൽ പിരിവ് എന്നല്ലേ വാർത്ത ചമച്ചത്? ലോക കേരള സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ 82 ലക്ഷം രൂപ ഫീസ് എന്നായിരുന്നു ആ ഘട്ടത്തിൽ കൊടുത്ത തലക്കെട്ട്. ന്യൂയോർക്കിലെ സമ്മേളന നടത്തിപ്പിന് സംഘാടകർ സ്പോൺസർഷിപ്പിൻ്റെ വഴി തേടിയതിനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ പണം പിരിക്കുന്നു എന്ന് കാട്ടിയല്ലേ വ്യാജ വാർത്ത നിർമ്മിച്ചത്. ഇത്തരം കാര്യത്തിലൊന്നും ഒരു ലജ്ജയില്ലാലോ. ഇങ്ങനത്തെ ഒരു വാർത്ത പൊളിഞ്ഞാൽ അടുത്ത വാർത്ത മെനയുന്നതിന് ഒരു ലജ്ജയുമില്ലാലോ. മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു എന്നാണ് പുതിയ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഉള്ളതിൽ നിന്ന് മാറുകയാണ്, അതിൻ്റെ മാനം മാറുകയാണ്. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്. ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. സ്വീകരിക്കാൻ പാടില്ലാത്ത ഈ നില ജനങ്ങൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകേണ്ടി വന്നത്? വ്യക്തികളെ, രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതും മാധ്യമങ്ങളുടെ രീതിയാണ്. അതിൽ പുതുമ കാണുന്നില്ല. ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് പല രൂപത്തിൽ ഇപ്പോഴും തുടരുന്നു. എന്നാൽ ഇവരാലോചിക്കുന്നില്ല ഈ വ്യാജ പ്രചരണങ്ങൾ എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ്
ബാധിക്കുന്നത് എന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇല്ലാതായാൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ചികിത്സാ സഹായം ലഭ്യമാകാതെ പോവുക. അതോടൊപ്പം വിവിധ ദുരിതങ്ങൾ നേരിട്ടവർക്കുള്ള അടിയന്തര സഹായങ്ങളും നിലച്ചു പോകും. അതുകൊണ്ട് അത്തരം പ്രചരണം നടത്തുന്നവർ ഈ ഹതഭാഗ്യരെ ഓർത്ത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സർക്കാർ ഇപ്പോഴത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 2135 കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2135 കോടി 29 ലക്ഷം രൂപയാണ് CMDRFിൽ നിന്ന് വിതരണം ചെയ്തത്. അതിൽ ചികിത്സാ സഹായമായി മാത്രം നൽകിയത് 685 കോടി 62 ലക്ഷം രൂപയാണ്. ആയിരക്കണക്കിന് പേർക്കാണ് സഹായം ലഭ്യമായത്. ഇതുകൂടാതെ പ്രളയബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ സർക്കാർ വന്ന ശേഷം 856 കോടി 95 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ദുരിതമനുഭവിച്ചവർക്ക് 380 കോടി 95 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ കാലയളവിൽ നൽകിയത്. ഇത് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം. അത് കൃത്യമായി പറഞ്ഞാൽ 25/5/2016 മുതൽ 20/5/2021 വരെ 5715 കോടി 92 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്തത്. സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് ഇല്ലാതായാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സഹായമാണ് മുടങ്ങുന്നത്. രോഗബാധിതരുടെ ചികിത്സയ്ക്ക് തടസ്സമുണ്ടാകും. അതുപോലെ തന്നെ മറ്റു പല ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്കുള്ള സഹായങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് വ്യാജപ്രചാരകർ അതിൽ നിന്ന് പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദുരവസ്ഥ നമ്മുടെ നാടിന് ഉണ്ടാകാതിരിക്കാൻ അതാവശ്യമാണ്. മാധ്യമങ്ങൾ മാത്രമാണ് ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നത്, അങ്ങനെ പറഞ്ഞു പരത്തുന്നത് എന്ന് പറയാനാകില്ല. അതിന് പിന്നിലെ രാഷ്ട്രീയവും അജണ്ടയുമുണ്ട്. അതാണ് കൃത്യമായി പരിശോധിക്കേണ്ടത്. ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയം 2018 കോൺഗ്രസ് അനുകൂലികളായ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ സാലറി ചാലഞ്ചിനെതിരെ രംഗത്ത് വന്നു. എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷമായി അന്നവർ അധപ്പതിക്കുന്നതാണ് നാം കണ്ടത്. സാലറി ചാലഞ്ചിനോട് മുഖം തിരിക്കുക മാത്രമല്ല, ക്യാമ്പയിൻ മുടക്കാൻ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തു. സർക്കാർ ഇന്നാട്ടിലെ അധ്യാപകരെയും ജീവനക്കാരെയും അകാരണമായി പിഴിയുന്നുവെന്നാണ് അന്നിവർ പറഞ്ഞു പരത്തിയത്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ദുഷ്പ്രചാരണങ്ങളെ വകവെക്കാതെ തന്നെ നാടിൻ്റെ പുനർനിർമ്മാണത്തിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പങ്കാളിയാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കൊറോണ കാലത്ത് മാനദണ്ഡം ലംഘിച്ച് ആളുകളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതൃത്വം ചെയ്തത്. സമരകോലാഹലങ്ങൾ നടത്തി നാടിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാൻ ശ്രമിച്ചു. വ്യാജ പ്രചരണങ്ങളുടെ പെരുമഴ അന്നവർ നടത്തുകയും ചെയ്തു. കോവിഡ് വിഷയത്തിലെ സാലറി ചാലഞ്ച് വഴി ധനമന്ത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ സർക്കാർ ജീവനക്കാർക്ക് മാൻഡേറ്ററി സാലറി കട്ട് നൽകുന്ന
അതേ സമയത്താണ് 6 ദിവസത്തെ ശമ്പളം കടമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കേരളത്തിലെ സർക്കാർ അഭ്യർത്ഥിച്ചത് എന്ന് നാം ഓർക്കണം. ലോകം മുഴുവൻ മഹാമാരി മരണം വിധിച്ച സമയമായിരുന്നു അത്. തൊഴിൽ നഷ്ടപ്പെട്ട് സകലരും വീട്ടിലടച്ചിരിക്കുന്നു. സർക്കാരുകളുടെ വരുമാനം നിലച്ചപ്പോൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വേണ്ടത്ര കാശില്ലാതെ ലോകമാകെ സർക്കാരുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യം. പലയിടങ്ങളിലും ശമ്പളം മുടങ്ങുന്ന നില. എന്നാൽ കേരളത്തിൽ അതൊന്നും ഉണ്ടായില്ല. 6 ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മാത്രമാണ് സർക്കാർ ജീവനക്കാരോട് സർക്കാർ അന്ന് അഭ്യർത്ഥിച്ചത്. സർക്കാരിൻ്റെ ഉത്തരവ് തെരുവിൽ കത്തിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ ചെയ്തത്? ഇതിനും പുറമെ 6 ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മനസ്സില്ലാതെ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹർജിയുമായി ഹൈക്കോടതി മുൻപാകെ പോയതും ഓർമ്മയില്ലേ? ഇപ്പോൾ പെരുപ്പിച്ച കണക്ക് എന്നും വ്യാജ കണക്ക് എന്നും മറ്റുമുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതും ഇതേ കൂട്ടരുണ്ട് എന്നത് നാം കാണണം. കേന്ദ്ര സർക്കാർ വയനാടിനായി ഇതുവരെ പ്രത്യേക സഹായമൊന്നും നൽകിയിട്ടില്ല. സംസ്ഥാനം നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവാക്കിയ തുകയായി ദുർവ്യാഖ്യാനം ചെയ്ത നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ പ്രധാന നേതാക്കളും ഉണ്ട് എന്നത് നാം കാണുകയാണ്. ആ പരിഹാസ്യ സമീപനം നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയേയല്ല, അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സഹായം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് നാടിനെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുക. മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ആഴവും പരപ്പും എന്തെന്ന് കാട്ടിത്തരുന്ന കൃത്യമായ ഉദാഹരണമാണ് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കൊള്ള എന്ന ഏറ്റവും പുതിയ അസത്യപ്രചാരണം. ഒരു പകൽ മുഴുവൻ തങ്ങളാൽ കഴിയും വിധം നുണ പ്രചരിപ്പിച്ച ശേഷം തെറ്റുപറ്റിപ്പോയെന്ന ചിലരുടെ പരിവേദനങ്ങളും പിന്നീട് കേൾക്കുകയുണ്ടായി. തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത നൽകിയതിന് ശേഷം ആദ്യം തിരുത്തു കൊടുത്തത് തങ്ങളാണെന്ന് വരെ മേനി നടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമലോകം എത്തുന്ന സ്ഥിതിയിലാണ് ഉള്ളത് എന്നത് നാം കാണണം. മത്സരമുണ്ട്, ചാനലുകളുടെ മത്സരമുണ്ട്. ആ കിടമത്സരത്തിൽ വ്യാജ വാർത്തകളുടെയും അജണ്ട വെച്ചുള്ള അസത്യപ്രചരണങ്ങളുടെയും കുത്തൊഴുക്കാണ് നടക്കുന്നത്. സാമാന്യ ഭാഷാശേഷിയുള്ളവർക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യം മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ച് സർക്കാരിനെ പഴിചാരാൻ ഉപയോഗിക്കുകയായിരുന്നു എന്നത് വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ്. ദുരന്താനന്തരം ലഭിക്കേണ്ടുന്ന കേന്ദ്ര സഹായം മുടക്കാനുള്ള കൊട്ടേഷനാണോ ഇക്കൂട്ടർ ഏറ്റെടുത്തതെന്ന സംശയം സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഉണ്ടായ ദുരന്തത്തിൽ നിന്നും നാടിനിയും കരകയറിയിട്ടില്ല. കേരളം ഒന്നായി വയനാട്ടിനൊപ്പം ചേർന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുത് എന്നതാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്.